തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അധ്യക്ഷൻ അനന്തേട്ടൻ, പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ, കുടുംബശ്രീ അംഗങ്ങളെ, ഹരിതകർമ്മസേന പ്രവർത്തകരെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടിലെ പൊതുപ്രവർത്തകരെ, നാട്ടുകാരെ, അമരമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള വികസന സദസ്സ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ വളരെയധികം അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ എല്ലാ വികസന പ്രവർത്തനങ്ങളും, അത് പഞ്ചായത്ത് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ, അത് നല്ല രീതിയിൽ ഏറ്റെടുത്ത് എല്ലാ മേഖലയിലും വികസനം എത്തിക്കാൻ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി. പാവപ്പെട്ടവന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ ലൈഫ് ഭവന പദ്ധതിയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വീട് കൊടുക്കാൻ നമ്മളെ അമരമ്പലം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അത് നമ്മളെ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും ദീർഘകാലമായി വാടക വീട്ടിലും ഷെഡിലും കഴിയുന്ന ആളുകൾക്ക് വീട് എന്നതൊരു സ്വപ്നം തന്നെയാണ്. അത് യാഥാർത്ഥ്യമാക്കാനും, അതുപോലെ തന്നെ പഞ്ചായത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം പഞ്ചായത്തിന് അഭിമാനമുണ്ട്. ഏതാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല, നമുക്കറിയാം, ഇന്ന് നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖല മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം, ഈ ഭരണസമിതി വന്ന സമയത്താണ് കോവിഡ് എന്ന മഹാമാരി നാട്ടിൽ പടർന്നു പിടിച്ചത്. ആ സമയത്ത് ഞാൻ പ്രത്യേകം ഈ വികസന സദസ്സിൻ്റെ അധ്യക്ഷൻ, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അനിത രാജു, അതുപോലെ വേദിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അധ്യക്ഷൻ അനന്തേട്ടൻ, പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ, കുടുംബശ്രീ അംഗങ്ങളെ, ഹരിതകർമ്മസേന പ്രവർത്തകരെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടിലെ പൊതുപ്രവർത്തകരെ, നാട്ടുകാരെ, അമരമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള വികസന സദസ്സ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ വളരെയധികം അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ എല്ലാ വികസന പ്രവർത്തനങ്ങളും, അത് പഞ്ചായത്ത് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ, അത് നല്ല രീതിയിൽ ഏറ്റെടുത്ത് എല്ലാ മേഖലയിലും വികസനം എത്തിക്കാൻ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും.
നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി. പാവപ്പെട്ടവന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ ലൈഫ് ഭവന പദ്ധതിയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വീട് കൊടുക്കാൻ നമ്മളെ അമരമ്പലം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം അത് നമ്മളെ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും ദീർഘകാലമായി വാടക വീട്ടിലും ഷെഡിലും കഴിയുന്ന ആളുകൾക്ക് വീട് എന്നതൊരു സ്വപ്നം തന്നെയാണ്. അത് യാഥാർത്ഥ്യമാക്കാനും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം പഞ്ചായത്തിന് അഭിമാനമുണ്ട്. ഏതാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല നമുക്കറിയാം, ഇന്ന് നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖല മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം ഈ ഭരണസമിതി വന്ന സമയത്താണ് കോവിഡ് എന്ന മഹാമാരി നാട്ടിൽ പടർന്നു പിടിച്ചത്. ആ സമയത്ത് ഞാൻ പ്രത്യേകം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൻ്റെ PHC തേൾപ്പാൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൻ്റെ PHC തേൾപ്പാൽ സമയത്തും ഡോക്ടറും മധുവനത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് സെൻ്ററുകൾ നല്ല നിലവാരമുള്ള സബ് സെൻ്ററുകളാക്കി ഉയർത്താൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാലിയേറ്റീവ് രോഗികൾ ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ 500ഓളം പാലിയേറ്റീവ് രോഗികളാണ്. ആ പണത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് സെൻ്ററുകൾ നല്ല നിലവാരമുള്ള സബ് സെൻ്ററുകളാക്കി ഉയർത്താൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാലിയേറ്റീവ് രോഗികൾ ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ 500ഓളം പാലിയേറ്റീവ് രോഗികളാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മരുന്നാണെങ്കിൽ മരുന്ന്, മറ്റു പരിചരണങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റു ഒരു പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചു വരാനുണ്ടായ ഒരു കാരണത്തിൽപ്പെട്ടതാണ് വ്യായാമമില്ലായ്മ. അത് പഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കി ഈ ഭരണസമിതിയുടെ സമയത്ത് തന്നെ 3 ഓപ്പൺ ജിമ്മ് നമുക്ക് നിലവിൽ ഫിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ 4 ഓപ്പൺ ജിമ്മ് ഇപ്പോൾ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഈ വർഷത്തോടു കൂടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ ഓപ്പൺ ജിമ്മ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ മനുഷ്യന് വ്യായാമം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം ഓരോ വീട്ടിലും ഓരോ വ്യക്തിക്കും ഉണ്ടായിരുന്നു. കുട്ടികൾ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് തന്നെ നമുക്ക് സ്കൂൾക്ക് ഓടലാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സ്കൂൾ ഒരു വീട്ടിൽ 2-3 വണ്ടിയില്ലാത്ത വീടുകളില്ല. സ്കൂൾ കുട്ടികളടക്കം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കൂൾ വണ്ടിയിൽ കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യന് വ്യായാമമില്ലായ്മ അതൊരു പ്രശ്നം തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ജിമ്മ് 7 സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പം 4 നമ്മൾ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. ബാക്കി 7 കൂടി നമ്മൾ ഉടൻ തന്നെ അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. മാലിന്യ സംരക്ഷണ മേഖലയിൽ നല്ല നേട്ടം കൈവരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. 50,000 കിലോ ഒരു വർഷത്തിൽ നമുക്കിവിടെ മാലിന്യം കയറ്റിവിടാനും അതിന് ഞാൻ പ്രത്യേകം ഹരിതകർമ്മസേനയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഹരിതകർമ്മസേന നമുക്ക് അറിയാം നല്ല രീതിയിൽ കുറേ നിങ്ങൾ ആട്ടും തുപ്പും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ ഇന്ന് മാലിന്യം നമുക്കറിയാം. ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ ഭരണസമിതിയാണെങ്കിലും സർക്കാരുകളാണെങ്കിലും ഒക്കെ അറിയാം മാലിന്യം നീക്കാൻ ഒരു പരിഹാരം ഇവിടെ ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം മാലിന്യം വലിച്ചെറിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം, മാലിന്യം കത്തിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണെങ്കിലും മാലിന്യം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഹരിതകർമ്മ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയത്. ഏതാണെങ്കിലും ഒരു വർഷത്തിൽ 50 കിലോ അത് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോകത്ത് ഏതൊരു
രാജ്യത്തും നമുക്കറിയാം എത്ര മുതലാളിമാരുണ്ട് നിങ്ങളെ രാജ്യത്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൃത്യകണക്ക് എല്ലാ രാജ്യത്തിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടാവും. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് എത്ര പാവപ്പെട്ടവരുണ്ട്, അതിൽ എത്ര ദാരിദ്ര്യരുണ്ട് എന്നുള്ള കണക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 14 അതിദരിദ്രരാണുള്ളത്. ആ 14 അതിദരിദ്രർക്കും അവർക്ക് വീടില്ലാത്തവർക്ക് വീട് റിപ്പയർ ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ, മരുന്ന് കുടിക്കേണ്ടവർക്ക് മരുന്ന്, ഭക്ഷണം കൊടുക്കേണ്ടവർക്ക് ഭക്ഷണം, അവർക്ക് എന്താണോ പ്രശ്നം അവർക്ക് വേണ്ട അതൊക്കെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം പശ്ചാത്തല മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ കാലയളവിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയോര മേഖല സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന 6 വരിപ്പാത തീരദേശ ഹൈവേ, അതിൽ മലയോര ഹൈവേ ആണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലൂടെ വരുന്നത്. നമുക്കറിയാം മലയോര ഹൈവേ കാളിയാവിൽ നിന്നും ചോക്കാട് വന്ന് അമരമ്പത്ത് വന്ന് കരുളായിക്ക് പോവുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയോര ഹൈവേ 15 മീറ്റർ, നമുക്കറിയാം പൂക്കോട്ടുംപാടത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 15 മീറ്റർ ആക്കാനും, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് 1200 കിലോമീറ്ററാണ് മലയോര ഹൈവേ. അതിൽ അഡീഷണൽ റീച്ച് ആയിട്ട് 500 മീറ്റർ, അങ്ങനെ മൊത്തം 1700 മീറ്ററാണ്. എല്ലായിടത്തും 12 മീറ്ററാണ്. നമുക്കറിയാം തൊട്ടടുത്തുള്ള കാളിയാവ് പൂക്കോട്ടുംപാട് അങ്ങാടിന്റെ ഇലേറെ വലിയ അങ്ങാടി നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ വരെ 12 മീറ്റർ ആക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ 15 മീറ്റർ ആക്കാൻ നമുക്ക് അത് സാധിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 15 കോടി രൂപ ചെലവഴിച്ച് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഗ്രാമീണ റോഡുകൾ, മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി റോഡുകൾ, ഞാൻ ഓരോന്നിന്റെ പേരോടെ വായിക്കുന്നില്ല. നമുക്ക് 12:00 പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുകൾ, പിന്നെ അതുപോലെ തന്നെ MLA നമ്മുടെ കൂടെ ആയിരുന്ന സമയത്ത് അത് പരമാവധി നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. നമുക്കറിയാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമ്മുടെ അമരമ്പലം പഞ്ചായത്തേക്ക് കൂടുതൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MLA ഫണ്ട് ഉപയോഗിച്ച് 6 ഐമാസ് ലൈറ്റ്, വലിയ ഐമാസ് ലൈറ്റ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അധ്യക്ഷനും അതുപോലെ തന്നെ ആസൂത്രണ സമിതി അധ്യക്ഷൻ അനന്തേട്ടനെ കൂടെ സൂചിപ്പിച്ചു. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഈ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് അമരമ്പലം പഞ്ചായത്തിൽ 400 സ്ട്രീറ്റ് ലൈറ്റുകളാണുള്ളത്, 486 കൃത്യ കണക്ക് എൻ്റെ അടുത്തുണ്ട്. എന്നാൽ ഈ വർഷത്തോടു കൂടി ഇപ്പം 10 ലക്ഷം കൂടി നമ്മൾക്ക് വെച്ചിട്ടുണ്ട്. ഉടൻ ഈ ആഴ്ച തന്നെ അതിന്റെ പണി ആരംഭിക്കും. അതോടുകൂടി 3000-ഓളം സ്ട്രീറ്റ് ലൈറ്റുകൾ അമരമ്പലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കൊണ്ടുവരാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സ്കൂള്, വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും വലിയ ആഗ്രഹമാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ആ മക്കളെ പഠിപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 5 സ്കൂളുകളാണ് പൊതുവിദ്യാലയമായി നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ആ 5 സ്കൂളിനും നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5നും പുതിയ കെട്ടിടം കൊണ്ടുവരാനും, അതുപോലെ തന്നെ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉൾപ്പെടുത്തി ഒരു പുതിയ കെട്ടിടം കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ പായിമ്പാടം സ്കൂളിന് നമുക്കതിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പണി പൂർത്തീകരിച്ച് നമുക്ക് ഈ മാസം തന്നെ നമുക്കറിയാം പറമ്പ സ്കൂളിന് 2 കെട്ടിടമാണ് നമുക്ക് അനുവദിച്ചത്. അതിൽ ഒരു താഴത്തെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏതാണെങ്കിലും ഈ മാസം അവസാനത്തോടു കൂടി അത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ്. പണി പൂർത്തീകരിച്ച് ഇങ്ങനെ കുട്ടികൾ പറയുന്നത് പോലെ പുതിയാപ്പിള ഇങ്ങനെ നിൽക്കുകയാണ്. അതിങ്ങനെ ഉടൻ തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം നിലമ്പൂർ ഗവൺമെന്റ് കോളേജ്, വലിയ വിവാദവും വലിയ ചർച്ചയൊക്കെ നടന്ന നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ പാർട്ടിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് ആ നിലമ്പൂർ കോളേജിനെ അമരമ്പലത്ത് യാഥാർത്ഥ്യമാക്കാൻ
കഠിന അധ്വാനം പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഒരുപാട് ന്യൂനത പരിപാടികൾ ഇവിടെ ഉണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. നമുക്കറിയാം ജനകീയ ഹോട്ടൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു നിർബന്ധമാണ് ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒരു ജനകീയ ഹോട്ടൽ ഏത് പാവപ്പെട്ടവനും ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിൽ കുടുംബശ്രീയുടെ ഒക്കെ സഹായത്തോടു കൂടി നമുക്കൊരു ജനകീയ ഹോട്ടലിന് പൈസ ഇല്ലാത്തവനും അവിടെ വന്നാൽ പൈസ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കില്ല. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ അതുപോലെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ആ പരിപാടി നടപ്പാക്കിയത്. എന്താണെങ്കിലും അത് നല്ല രീതിയിൽ അത് നടക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾക്കറിയാം സാധാരണക്കാരൊക്കെ അധികം ആശ്രയിക്കുക പഞ്ചായത്താണ്. പ്രത്യേകിച്ച് പ്രായം കൂടിയ ആളുകൾ പെൻഷൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ പഞ്ചായത്തിൽ വന്ന് നട്ടം തിരിയുമ്പോൾ അവർക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് അറിയാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് കുടുംബശ്രീയുടെയൊക്കെ സഹായത്തിൽ നമുക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം. ഈ വന്യമൃഗശല്യത്തിന് നെൽകർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ട തന്നെയാണ്. നമുക്കറിയാം നെൽകർഷകർക്ക് നമുക്കിവിടെ സമീപ പഞ്ചായത്തുകളൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെൽകർഷകർക്ക് ഒരു ഹെക്ടർ ഭൂമിക്ക് 25,000 രൂപ സബ്സിഡി കൊടുക്കുന്ന ഏക പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്താണ്. അപ്പം നെൽകർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ആ പദ്ധതി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് എല്ലാ പഞ്ചായത്തും നടപ്പാക്കുന്നുണ്ടെങ്കിലും ഇത്ര കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്ത് തന്നെയാണ്. അതുപോലെ തന്നെ നെൽകർഷകരുടെ നെല്ലുകളൊക്കെ പന്നി മറ്റുകളൊക്കെ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അതിന് സോളാർ പാനൽ അത് കർഷകരുടെ ഒക്കെ സഹായത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിലെ പാടശേഖരങ്ങൾ ആദ്യം സോളാർ പാനൽ വെച്ച് നെൽ കർഷകരെ സംരക്ഷിക്കാനും അത് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നമാണ് കർഷകർ നേരിടുന്ന പ്രശ്നം ഈ എന്ത് വിള ചെയ്താലും അത് കീടനാശികൾ നശിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ജില്ലയിൽ തന്നെ ഫസ്റ്റ് നമ്മളാണ് അഗ്രോ ക്ലിനിക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മരുന്നാണെങ്കിൽ മരുന്ന് മറ്റു പരിചരണങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റു ഒരു പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചു വരാനുണ്ടായ ഒരു കാരണത്തിൽപ്പെട്ടതാണ് വ്യായാമമില്ലായ്മ. അത് പഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കി ഈ ഭരണസമിതിയുടെ സമയത്ത് തന്നെ 3 ഓപ്പൺ ജിമ്മ് നമുക്ക് നിലവിൽ ഫിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ 4 ഓപ്പൺ ജിമ്മ് ഇപ്പോൾ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഈ വർഷത്തോടു കൂടി പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ ഓപ്പൺ ജിമ്മ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ മനുഷ്യന് വ്യായാമം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം ഓരോ വീട്ടിലും ഓരോ വ്യക്തിക്കും ഉണ്ടായിരുന്നു. കുട്ടികൾ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് തന്നെ നമുക്ക് സ്കൂൾക്ക് ഓടലാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സ്കൂൾ ഒരു വീട്ടിൽ 2-3 വണ്ടി ഇല്ലാത്ത വീടുകളില്ല. സ്കൂൾ കുട്ടികളടക്കം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കൂൾ വണ്ടിയിൽ കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യന് വ്യായാമമില്ലായ്മ അതൊരു പ്രശ്നം തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ജിമ്മ് 7 സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പം 4 നമ്മൾ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. ബാക്കി 7 കൂടി നമ്മൾ ഉടൻ തന്നെ അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. മാലിന്യ സംരക്ഷണ മേഖലയിൽ നല്ല നേട്ടം കൈവരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. 50,000 കിലോ ഒരു വർഷത്തിൽ നമുക്കിവിടെ മാലിന്യം കയറ്റിവിടാനും അതിന് ഞാൻ പ്രത്യേകം ഹരിതകർമ്മസേനയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഹരിതകർമ്മസേന നമുക്ക് അറിയാം നല്ല രീതിയിൽ കുറെ നിങ്ങൾ ആട്ടും തുപ്പും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ ഇന്ന് മാലിന്യം നമുക്കറിയാം. ഇതിന്റെ മുന്നേ കഴിഞ്ഞ ഭരണസമിതിയാണെങ്കിലും സർക്കാരുകളാണെങ്കിലും ഒക്കെ അറിയാം മാലിന്യം നീക്കാൻ ഒരു പരിഹാരം ഇവിടെ ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം മാലിന്യം വലിച്ചെറിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം, മാലിന്യം കത്തിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണെങ്കിലും മാലിന്യം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഹരിതകർമ്മ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയത്. ഏതാണെങ്കിലും ഒരു വർഷത്തിൽ 50 കിലോ അത് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോകത്ത് ഏതൊരു രാജ്യത്തും നമുക്കറിയാം എത്ര മുതലാളിമാരുണ്ട് നിങ്ങളുടെ രാജ്യത്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൃത്യകണക്ക് എല്ലാ രാജ്യത്തിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടാവും. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് എത്ര പാവപ്പെട്ടവരുണ്ട്, അതിൽ എത്ര ദാരിദ്ര്യരുണ്ട് എന്നുള്ള കണക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 14 അതിദരിദ്രരാണുള്ളത്. ആ 14 അതിദരിദ്രർക്കും അവർക്ക് വീടില്ലാത്തവർക്ക് വീട് റിപ്പയർ ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ, മരുന്ന് കുടിക്കേണ്ടവർക്ക് മരുന്ന്, ഭക്ഷണം കൊടുക്കേണ്ടവർക്ക് ഭക്ഷണം, അവർക്ക് എന്താണോ പ്രശ്നം അവർക്ക് വേണ്ട അതൊക്കെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം പശ്ചാത്തല മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ കാലയളവിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയോര മേഖല സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന 6 വരിപ്പാത തീരദേശ ഹൈവേ, അതിൽ മലയോര ഹൈവേ ആണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലൂടെ വരുന്നത്. നമുക്കറിയാം മലയോര ഹൈവേ കാളിയാവിൽ നിന്നും ചോക്കാട് വന്ന് അമരമ്പത്ത് വന്ന് കരുളായിക്ക് പോവുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയോര ഹൈവേ 15 മീറ്റർ, നമുക്കറിയാം പൂക്കോട്ടുംപാടത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 15 മീറ്റർ ആക്കാനും, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് 1200 കിലോമീറ്ററാണ് മലയോര ഹൈവേ. അതിൽ അഡീഷണൽ റീച്ച് ആയിട്ട് 500 മീറ്റർ, അങ്ങനെ മൊത്തം 1700 മീറ്ററാണ്. എവിടെയും എല്ലായിടത്തും 12 മീറ്ററാണ്. നമുക്കറിയാം തൊട്ടടുത്തുള്ള കാളിയാവ് പൂക്കോട്ടുംപാട അങ്ങാടിൻ്റെ ഇലേറെ വലിയ അങ്ങാടി നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ വരെ 12 മീറ്റർ ആക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ 15 മീറ്റർ ആക്കാൻ നമുക്ക് അത് സാധിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 15 കോടി രൂപ ചെലവഴിച്ച് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായി റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഗ്രാമീണ റോഡുകൾ, മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി റോഡുകൾ, ഞാൻ ഓരോന്നിൻ്റെ പേരോടെ വായിക്കുന്നില്ല. നമുക്ക് 12 മണിയോടുകൂടി 12:30 പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുകൾ, പിന്നെ അതുപോലെ തന്നെ MLA നമ്മുടെ കൂടെ ആയിരുന്ന സമയത്ത് അത് പരമാവധി നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. നമുക്കറിയാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമ്മുടെ അമരമ്പലം പഞ്ചായത്തേക്ക് കൂടുതൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MLA ഫണ്ട് ഉപയോഗിച്ച് 6 ഐമാസ് ലൈറ്റ്, വലിയ ഐമാസ് ലൈറ്റ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അധ്യക്ഷനും അതുപോലെ തന്നെ ആസൂത്രണ സമിതി അധ്യക്ഷൻ അനന്തേട്ടനെ കൂടെ സൂചിപ്പിച്ചു. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഈ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് അമരമ്പലം പഞ്ചായത്തിൽ 400 സ്ട്രീറ്റ് ലൈറ്റുകളാണുള്ളത്, 486 കൃത്യ കണക്ക് എൻ്റെ അടുത്തുണ്ട്. എന്നാൽ ഈ വർഷത്തോടു കൂടി ഇപ്പം 10 ലക്ഷം കൂടി നമ്മൾക്ക് വെച്ചിട്ടുണ്ട്. ഉടൻ ഈ ആഴ്ച തന്നെ അതിൻ്റെ പണി ആരംഭിക്കും. അതോടുകൂടി 3000-ഓളം സ്ട്രീറ്റ് ലൈറ്റുകൾ അമരമ്പലം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കൊണ്ടുവരാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സ്കൂള്, വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും വലിയ ആഗ്രഹമാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ആ മക്കളെ പഠിപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 5 സ്കൂളുകളാണ് പൊതുവിദ്യാലയമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ആ 5 സ്കൂളിനും നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5നും പുതിയ കെട്ടിടം കൊണ്ടുവരാനും, അതുപോലെ തന്നെ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉൾപ്പെടുത്തി ഒരു പുതിയ കെട്ടിടം കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ പായിമ്പാടം സ്കൂളിന് നമുക്കതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പണി പൂർത്തീകരിച്ച് നമുക്ക് ഈ മാസം തന്നെ നമുക്കറിയാം പറമ്പ സ്കൂളിന് 2 കെട്ടിടമാണ് നമുക്ക് അനുവദിച്ചത്. അതിൽ ഒരു താഴത്തെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഏതാണെങ്കിലും ഈ മാസം അവസാനത്തോടു കൂടി അത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ്. പണി പൂർത്തീകരിച്ച് ഇങ്ങനെ കുട്ടികൾ പറയുന്നത് പോലെ പുതിയാപ്പിള ഇങ്ങനെ നിൽക്കുകയാണ്. അതിങ്ങനെ ഉടൻ തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം നിലമ്പൂർ ഗവൺമെൻറ് കോളേജ്, വലിയ വിവാദവും വലിയ ചർച്ചയൊക്കെ നടന്ന നിലമ്പൂർ ഗവൺമെൻറ് കോളേജ്
പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ പാർട്ടിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ആ നിലമ്പൂർ കോളേജിനെ അമരമ്പലത്ത് യാഥാർത്ഥ്യമാക്കാൻ കഠിന അധ്വാനം പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഒരുപാട് ന്യൂനത പരിപാടികൾ ഇവിടെ ഉണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. നമുക്കറിയാം ജനകീയ ഹോട്ടൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു നിർബന്ധമാണ് ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒരു ജനകീയ ഹോട്ടൽ ഏത് പാവപ്പെട്ടവനും ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിൽ കുടുംബശ്രീയുടെ ഒക്കെ സഹായത്തോടു കൂടി നമുക്കൊരു ജനകീയ ഹോട്ടലിന് പൈസ ഇല്ലാത്തവനും അവിടെ വന്നാൽ പൈസ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കില്ല. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ അതുപോലെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ആ പരിപാടി നടപ്പാക്കിയത്. എന്താണെങ്കിലും അത് നല്ല രീതിയിൽ അത് നടക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾക്കറിയാം സാധാരണക്കാരൊക്കെ അധികം ആശ്രയിക്കുക പഞ്ചായത്താണ്. പ്രത്യേകിച്ച് പ്രായം കൂടിയ ആളുകൾ പെൻഷൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ പഞ്ചായത്തിൽ വന്ന് നട്ടം തിരിയുമ്പോൾ അവർക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് അറിയാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് കുടുംബശ്രീയുടെയൊക്കെ സഹായത്തിൽ നമുക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം. ഈ വന്യമൃഗശല്യത്തിന് നെൽകർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ട തന്നെയാണ്. നമുക്കറിയാം നെൽകർഷകർക്ക് നമുക്കിവിടെ സമീപ പഞ്ചായത്തുകളൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെൽകർഷകർക്ക് ഒരു ഹെക്ടർ ഭൂമിക്ക് 25,000 രൂപ സബ്സിഡി കൊടുക്കുന്ന ഏക പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്താണ്. അപ്പം നെൽകർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ആ പദ്ധതി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് എല്ലാ പഞ്ചായത്തും നടപ്പാക്കുന്നുണ്ടെങ്കിലും ഇത്ര കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്ത് തന്നെയാണ്. അതുപോലെ തന്നെ നെൽകർഷകരുടെ നെല്ലുകളൊക്കെ പന്നി മറ്റുകളൊക്കെ വന്യമൃഗങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അതിന് സോളാർ പാനൽ അത് കർഷകരുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിലെ പാടശേഖരങ്ങൾ ആദ്യം സോളാർ പാനൽ വെച്ച് കർഷകരെ സംരക്ഷിക്കാനും അത് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നമാണ് കർഷകർ നേരിടുന്ന പ്രശ്നം ഈ എന്ത് വിള ചെയ്താലും അത് കീടനാശികൾ നശിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ജില്ലയിൽ തന്നെ ഫസ്റ്റ് നമ്മളാണ് അഗ്രോ ക്ലിനിക്ക് തുടങ്ങിയത്. മനുഷ്യന് അസുഖം വന്നാൽ ചികിത്സിക്കുന്നത് പോലെ തന്നെ പച്ചക്കറി മറ്റു വിളകൾക്ക് അസുഖങ്ങൾ വന്നാൽ അതിനെ പരിശോധിച്ച് അതിന് വേണ്ട മരുന്നുകൾ നൽകുന്ന ഒരു സംവിധാനം അഗ്രോ ക്ലിനിക്ക് നമ്മുടെ പഞ്ചായത്തിൽ 2-3 വർഷമായി അത് നല്ല രീതിയിൽ നടത്തി വരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം അമരമ്പലം ജൈവവളം വലിയ വിവാദങ്ങൾ നിങ്ങളൊക്കെ വാർത്താ സമ്മേളനങ്ങളൊക്കെ കുറെ കേട്ടിട്ടുണ്ടാവും. നല്ല പദ്ധതികൾ നടക്കുമ്പം എല്ലാവരും എതിർക്കും എന്നുള്ള കാര്യത്തിൽ മാങ്ങളുടെ മൂച്ചുമൊക്കെ ഏറിയുള്ളെന്ന് പണ്ട് കാരണന്മാരിൽ ചൊല്ലുണ്ട് അല്ലേ? ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. പിന്നെ ജൈവവളം അമരമ്പലം ജൈവവളമായി നമുക്കറിയാം. മുൻകാലങ്ങളിലൊക്കെ അമരമ്പലം പഞ്ചായത്തിൽ നിന്നല്ല എല്ലായിടത്തും കൊടുത്തിരുന്നത് ഗുണനിലവാരമില്ലാത്ത ജൈവവളമായിരുന്നു. എന്നാൽ നല്ല ജൈവവളം നല്ല ഗുണനിലവാരമുള്ള ജൈവവളം വിതരണം ചെയ്യാൻ അത് യൂണിറ്റ് രൂപീകരിച്ച് കർഷകരുടെ നേതൃത്വത്തിൽ യൂണിറ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ അത് വിതരണം ചെയ്യാൻ അത് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്കോ ഷോപ്പ് കർഷകരുണ്ടാക്കുന്ന വിഭവങ്ങൾ വിറ്റ് ചെലവഴിക്കാൻ ഒരു എക്കോ ഷോപ്പ് ഇന്ന് പഞ്ചായത്തിൻ്റെ കീഴിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളിപ്പോൾ ഇതിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഐമാസ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സ്ഥാപനങ്ങളിലുള്ള ഒക്കെ കറണ്ട് ചെലവാണ്. നമുക്കറിയാം ഈ വൈദ്യുതി ചെലവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മളെ പഞ്ചായത്തിൽ ഏകദേശം ഒരു മാസത്തിൽ 2 ലക്ഷം ഉറുപ്പികയോളം നമുക്ക് കറണ്ട് ബില്ലായിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം പാവപ്പെട്ടവർക്ക് വികസനത്തിന് വേണ്ട പൈസ നമുക്ക് കറണ്ട് ബില്ലായിട്ട് നമുക്ക് പോകാണ്. അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എന്ന് പറയാം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും സോളാർ പാനൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം അതിൻ്റെ പണി പൂർത്തീകരിച്ചു. നമുക്കറിയാം ഇന്ന് അവിടുന്ന് വൈദ്യുതി പുറത്തേക്ക് കൊടുക്കുന്ന രീതിയിൽ അത്രയും വൈദ്യുതി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തേൾപ്പാറ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പറമ്പ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ
ഇപ്പം അതിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുകളിൽ, നമ്മുടെ ഉള്ളാട് സ്കൂളിൻ്റെ മുകളിൽ, അമരമ്പലം സൗത്ത് സ്കൂളിൻ്റെ മുകളിൽ നമ്മൾ ഫണ്ട് വെച്ചിരുന്നു. അവിടെ അതിൻ്റെ മുന്നേ ഒരു പാനൽ ഉള്ളത് കൊണ്ട് അത് നടപ്പാക്കാൻ കഴിയാത്ത, നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും 100% സോളാർ പാനൽ രീതിയിൽ കൊണ്ടുവരാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം സംരംഭം, നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ സംരംഭങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ 2-3 വർഷങ്ങൾ സംരംഭക വർഷമായി പ്രഖ്യാപിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 300ഓളം പുതിയ സംരംഭകരെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാം പ്രത്യേകിച്ച് കോവിഡിന് ശേഷം, പ്രത്യേകിച്ച് ഈ നമ്മളെ പ്രവാസികളൊക്കെ തിരിച്ചു പോകാൻ കഴിയാതെ വലിയ പ്രയാസപ്പെട്ട് ജീവിതമാർഗം മുന്നോട്ട് നയിക്കാൻ വലിയ പ്രയാസം സമയത്താണ് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നത്. അത് എന്താണെങ്കിലും അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 300ഓളം പുതിയ സംരംഭകരെ കൊണ്ടുവരാനും അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 50ഓളം കുടുംബശ്രീ വനിതകൾക്ക് പുതിയ സംരംഭം നൽകാനും പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്കറിയാം ഇന്ന് യുവാക്കളും യുവതികളും ഒക്കെ തന്നെ പറയാം, നമുക്ക് നാട്ടിൽ നടക്കുന്ന കൊലപാതകമാണെങ്കിലും കുടുംബകലഹമാണെങ്കിലും അത് നാട്ടിൽ നിന്ന് ആക്സിഡൻ്റ് ആണെങ്കിലും അതൊക്കെ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ ഉറവിടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെയൊക്കെ പിന്നിൽ ലഹരിയാണ്. ആ ലഹരിക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിൽ മനുഷ്യന് അസുഖം വന്നാൽ ചികിത്സിക്കുന്നത് പോലെ തന്നെ പച്ചക്കറി മറ്റു വിളകൾക്ക് അസുഖങ്ങൾ വന്നാൽ അതിനെ പരിശോധിച്ച് അതിന് വേണ്ട മരുന്നുകൾ നൽകുന്ന ഒരു സംവിധാനം അഗ്രോ ക്ലിനിക്ക് നമ്മുടെ പഞ്ചായത്തിൽ 2-3 വർഷമായി അത് നല്ല രീതിയിൽ നടത്തി വരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം അമരമ്പലം ജൈവവളം, വലിയ വിവാദങ്ങൾ നിങ്ങളൊക്കെ വാർത്താ സമ്മേളനങ്ങളൊക്കെ കുറെ കേട്ടിട്ടുണ്ടാവും. നല്ല പദ്ധതികൾ നടക്കുമ്പം എല്ലാവരും എതിർക്കും എന്നുള്ള കാര്യത്തിൽ മാങ്ങള്ള മൂച്ചുമൊക്കെ ഏറിയുള്ളെന്ന് പണ്ട് കാരണന്മാരിൽ ചൊല്ലുന്നുണ്ട് അല്ലേ? ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. ജൈവവളം, അമരമ്പലം ജൈവവളമായി നമുക്കറിയാം. മുൻകാലങ്ങളിലൊക്കെ അമരമ്പലം പഞ്ചായത്തിൽ നിന്നല്ല എല്ലായിടത്തും കൊടുത്തിരുന്നത് ഗുണനിലവാരമില്ലാത്ത ജൈവവളമായിരുന്നു. എന്നാൽ നല്ല ജൈവവളം, നല്ല ഗുണനിലവാരമുള്ള ജൈവവളം വിതരണം ചെയ്യാൻ അത് യൂണിറ്റ് രൂപീകരിച്ച് കർഷകരുടെ നേതൃത്വത്തിൽ യൂണിറ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ അത് വിതരണം ചെയ്യാൻ അത് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്കോ ഷോപ്പ്, കർഷകരുണ്ടാക്കുന്ന വിഭവങ്ങൾ വിറ്റ് ചെലവഴിക്കാൻ ഒരു എക്കോ ഷോപ്പ് ഇന്ന് പഞ്ചായത്തിൻ്റെ കീഴിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മളിപ്പോൾ ഇതിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, ഇത് ഐമാസ് ലൈറ്റ്, സീറ്റ് ലൈറ്റ്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സ്ഥാപനങ്ങളിലുള്ള ഒക്കെ കറണ്ട് ചെലവാണ്. നമുക്കറിയാം ഈ വൈദ്യുതി ചെലവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മളെ പഞ്ചായത്തിൽ ഏകദേശം ഒരു മാസത്തിൽ 2 ലക്ഷം ഉറുപ്പികയോളം നമുക്ക് കറണ്ട് ബില്ലായിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം പാവപ്പെട്ടവർക്ക് വികസനത്തിന് വേണ്ട പൈസ നമുക്ക് കറണ്ട് ബില്ലായിട്ട് നമുക്ക് പോകാണ്. അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എന്ന് പറയാം, നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും സോളാർ പാനൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം അതിൻ്റെ പണി പൂർത്തീകരിച്ചു. നമുക്കറിയാം ഇന്ന് അവിടുന്ന് വൈദ്യുതി പുറത്തേക്ക് കൊടുക്കുന്ന രീതിയിൽ അത്രയും വൈദ്യുതി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തേൾപ്പാറ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പറമ്പ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ ഇപ്പം അതിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുകളിൽ, നമ്മുടെ ഉള്ളാട് സ്കൂളിൻ്റെ മുകളിൽ, അമരമ്പലം സൗത്ത് സ്കൂളിൻ്റെ മുകളിൽ നമ്മൾ ഫണ്ട് വെച്ചിരുന്നു. അവിടെ അതിൻ്റെ മുന്നേ ഒരു പാനൽ ഉള്ളത് കൊണ്ട് അത് നടപ്പാക്കാൻ കഴിയാത്ത, നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും 100% സോളാർ പാനൽ രീതിയിൽ കൊണ്ടുവരാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം സംരംഭം, നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ സംരംഭങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ 2-3 വർഷങ്ങൾ സംരംഭക വർഷമായി പ്രഖ്യാപിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 300ഓളം പുതിയ സംരംഭകരെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാം പ്രത്യേകിച്ച് കോവിഡിന് ശേഷം, പ്രത്യേകിച്ച് ഈ നമ്മളെ പ്രവാസികളൊക്കെ തിരിച്ചു പോകാൻ കഴിയാതെ വലിയ പ്രയാസപ്പെട്ട് ജീവിതമാർഗം മുന്നോട്ട് നയിക്കാൻ വലിയ പ്രയാസം സമയത്താണ് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നത്. അത് എന്താണെങ്കിലും അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 300ഓളം പുതിയ സംരംഭകരെ കൊണ്ടുവരാനും അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 50ഓളം കുടുംബശ്രീ വനിതകൾക്ക് പുതിയ സംരംഭം നൽകാനും പഞ്ചായത്ത് ഭരണസമിതിക്ക്
സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്കറിയാം ഇന്ന് യുവാക്കളും യുവതികളും ഒക്കെ തന്നെ പറയാം, നമുക്ക് നാട്ടിൽ നടക്കുന്ന കൊലപാതകമാണെങ്കിലും പിന്നെ കുടുംബകലഹമാണെങ്കിലും പിന്നെ അത് നാട്ടിൽ നിന്ന് ആക്സിഡൻ്റ് ആണെങ്കിലും അതൊക്കെ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ ഉറവിടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെയൊക്കെ പിന്നിൽ ലഹരിയാണ്. ആ ലഹരിക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിനും ഭാവി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനുമായാണ് മാറ്റത്തോടെ അമരമ്പലം എന്ന പേരിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചത്. പൂക്കോട്ടുംപാടം PVM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ അനന്തേട്ടൻ, AS ബ്ലോക്ക് മെമ്പർ ബിജു, രാജേട്ടൻ, രാജുമോനേട്ടൻ, പ്രിയപ്പെട്ട എൻ്റെ സഹമെമ്പർമാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വികസന സദസ്സിന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ 5 വർഷത്തോളമായി നമ്മുടെ ചൈത്രയാത്ര തുടങ്ങിയിട്ട് പുതിയൊരു നവകേരളത്തെ സൃഷ്ടിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനു വേണ്ട സഹായങ്ങളെല്ലാം പ്രാദേശിക സർക്കാരിൻ്റെ നട്ടെല്ലായ ജനങ്ങളിൽ നിന്നാണ് വേണ്ടത്. ഈ കഴിഞ്ഞ കാലം അത്രയും നിങ്ങൾ നൽകിയ സേവനം ഞാൻ ആദ്യമേ ഈ സമയത്ത് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശിവദാസൻ വികസനരേഖ അവതരിപ്പിച്ചു. മതമൈത്രിക്ക് പേരുകേട്ട അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഇക്കാലത്ത് വികസന കാര്യങ്ങളിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയിട്ടുള്ള പഞ്ചായത്താണ്. കഴിഞ്ഞ 5 വർഷം 72 കോടി രൂപയുടെ പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ വർഷം 20 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. ഓഫീസും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ടാക്കാൻ ഈ ഭരണസമിതിക്കായി. തൊഴിലുറപ്പ് ഓഫീസ് വികസനകാര്യ ക്ഷേമസമിതി അധ്യക്ഷൻ ഹമീദ് ലബ്ബ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ K അനീഷ, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM ബിജു, K രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C സത്യൻ, സമീമ ഇല്ലിക്കൽ, സുലൈഖ കുളക്കാടൻ, സമീന വട്ടപ്പറമ്പിൽ, K രാജശ്രീ, അരിമ്പ്ര ബിലാസിനി, പൊതുപ്രവർത്തകരായ VK അനന്തകൃഷ്ണൻ, K രാജുമോഹൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങളുടെയും വീഡിയോ പ്രദർശനവും നടന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇതിലെ ചർച്ചകൾ സർക്കാർ വളരെ താല്പര്യത്തോടുകൂടി ഉറ്റുനോക്കുന്നു. ഈ ചർച്ചകളായിരിക്കും അടുത്ത 5 വർഷത്തെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും അജണ്ട നിശ്ചയിക്കുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നവകേരള നിർമ്മിതിയെ സംബന്ധിക്കുന്ന ജനകീയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും സമാഹരിക്കുന്നതിനായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ വികസന സദസ്സ് എന്നൊരു പരിപാടി സർക്കാർ ആലോചിച്ചത്. നമ്മുടെ നാടിൻ്റെ പ്രാദേശിക വികസനത്തിൻ്റെ ഭാവി വിഭാവനം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥക്കും വിദേശാധിപത്യത്തിനുമെതിരായി ജനങ്ങൾ നടത്തിയ മുന്നേറ്റങ്ങളാണ് ആധുനിക കേരളത്തിൻ്റെ അടിത്തറ. അവിടെ നിന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകൾ കൈക്കൊണ്ട ജനകീയ ഇടപെടലുകളാണ് സംസ്ഥാനത്തെ ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റിയത്. ഈ പരിവർത്തന ഘട്ടങ്ങളിലെല്ലാം ജനകീയ ചർച്ചകളും പൊതുസംവാദങ്ങളും ഉൾപ്പെട്ടിരുന്നുവെന്ന് ഓർക്കണം. അത്തരം സംവാദങ്ങളിലെ ഏറ്റവും തിളക്കമാർന്നയാടായിരുന്നു ജനകീയ ആസൂത്രണ പദ്ധതി. ജനകീയ ആസൂത്രണത്തിലൂടെ നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശത്തെയും വികസന ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അധികാരം അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് കൈമാറി. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, വൈദ്യുതി, കുടിവെള്ളം, മാലിന്യമുക്ത പരിസരം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാന്ത്വന ചികിത്സ തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങളിലേക്ക് കേരളം പുരോഗമിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ജനകീയ ആസൂത്രണമാണ്. സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് സുസ്ഥിര വികസന സൂചികയിൽ കേരളത്തിന്റെ 1ാം സ്ഥാനം.
ദേശീയപാത വികസനത്തിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് അതോറിറ്റി കേരള സർക്കാരിനെ അറിയിച്ചതിന് പിന്നാലെയാണ് നീക്കം. കുതിരാൻ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പലരും പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ചു മടങ്ങി. കുളമായ റോഡുകളിലൂടെ മലയാളിയുടെ ദുരിതയാത്ര. ഗവൺമെന്റ് ഹൈസ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. സ്കൂൾ തുറന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ആയിട്ടില്ല. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല. സപ്ലൈകോയിൽ നടക്കുന്ന വലിയ അഴിമതി. കേരളം ലോഡ് ഷെഡിംഗിലേക്ക്. ഒന്നാം പിണറായി സർക്കാർ കിഫ്ബി രൂപീകരിച്ചതോടെയാണ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അഭൂതപൂർവമായ കുതിപ്പ് കൈവരിച്ചത്. പശ്ചാത്തല സൗകര്യ വികസനത്തിലാണ് പ്രധാനമായും കിഫ്ബി മുഖേനയുള്ള പണം എത്ര 90,000 കോടിയോളം രൂപ ഈ കേരളത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. നടക്കില്ല എന്ന് കണക്കാക്കിയ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടക്കും എന്ന നില എല്ലാവർക്കും വന്നല്ലോ. കേരളത്തിൽ ഹൈവേ വികസനം യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാർ 7,000 കോടി രൂപ സ്ഥലമേറ്റെടുപ്പിനായി കേന്ദ്ര സർക്കാരിന് നൽകിയത് കൊണ്ട് മാത്രമാണ്. നാഷണൽ ഹൈവേ മാത്രമല്ല, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, വേറൊരു ഭാഗത്ത് മലയോര ഹൈവേ, ഇതിനും പുറമെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ നീളുന്ന വിഴിഞ്ഞ ഇന്ന് നാം കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വികസിത വ്യവസായങ്ങളുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുക എന്ന ദിശാബോധത്തോടെ രണ്ടാം പിണറായി സർക്കാർ കേരളത്തിന്റെ വ്യാവസായിക നയം പുതുക്കി. സർക്കാരിന്റെ പുതിയ വ്യാവസായിക നയവും പശ്ചാത്തല വികസനത്തിൽ കൊണ്ടുവന്ന മാറ്റവും കേരളത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തിച്ചു. ഏറ്റവും സമ്പന്നമായ ഒരു വ്യവസായ സംസ്കൃതി ഇവിടെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ഗവൺമെൻറ് നിർവഹിച്ചിട്ടുള്ള പങ്ക് ചെറുതൊന്നുമായി എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. ഓരോ വർഷവും 1 ലക്ഷം പുതു സംരംഭങ്ങളും ഇതിലൂടെയൊക്കെ 8 ലക്ഷം തൊഴിലും കേരളത്തിൽ സൃഷ്ടിച്ചു. ഞാനും എൻ്റെ 2 സ്റ്റാഫുകളും ചേർന്ന് തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് 110 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വാണിജ്യ വ്യവസായ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. സംസ്ഥാനത്ത് നിക്ഷേപക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചതിലൂടെ കേരള ഗ്ലോബൽ സമ്മിറ്റിൽ 400-ൽ പരം വ്യവസായികൾ നിക്ഷേപം നടത്താൻ സമ്മതപത്രം നൽകി. How progressive the mindset is in Kerala and how as a state you've adopted technology and innovation to propel the economy and bring new opportunities to its people. ഇതിലൂടെ 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപവും അതിനൊപ്പം തൊഴിലും കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും. രാജ്യത്ത് ആദ്യമായി പൊതു ഇന്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്തിയത് കേരളത്തിലാണ്. കെ-ഫോൺ ഇന്റർനെറ്റ് ഉപയോഗം പൗരന്റെ അടിസ്ഥാന അവകാശമായി അംഗീകരിച്ച രാജ്യത്തെ ഒരേ ഒരു സർക്കാരാണ് നമ്മുടേത്. കെ-ഫോൺ വഴി കേരളത്തിലെ 20,000 കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് സംവിധാനം സർക്കാർ ഉറപ്പാക്കി. ഈ പ്രവർത്തനങ്ങളിലൂടെ കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറി. IT മേഖലയിൽ ചരിത്ര നേട്ടം കൈവരിച്ച സർക്കാർ ഈ വർഷത്തോടെ IT കയറ്റുമതി 3 ഇരട്ടി വർദ്ധിപ്പിച്ച് 25,000 കോടി രൂപയിലെത്തിച്ചു. നമ്മുടെ സർക്കാർ കേരള സ്റ്റാർട്ടപ്പിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാക്കി മാറ്റി. ഒപ്പം ഏഷ്യയിലെ നമ്പർ 1 അഫോർഡബിൾ ടാലൻറ്റും ലോകത്തെ 4ാമത്തേതും ഇന്ന് കേരളമാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത് നമ്മുടെ സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പിന്തുണയും പ്രവർത്തനങ്ങളും കൊണ്ടാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളം റിവേഴ്സ് മൈഗ്രേഷനിൽ ഏറ്റവും മുന്നിലാണ്. ലോകത്തെ ഏത് ദേശവും പുരോഗമിക്കുന്നത് പുത്തനാശയങ്ങൾക്ക് നിർമ്മിതിയും പിന്തുണയും നൽകുമ്പോഴാണ്. ഈ ദിശാബോധത്തോടെ കേരളത്തിൻ്റെ വികസനത്തിന് പുത്തനാശയങ്ങൾ രൂപീകരിക്കാൻ ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കെ-ഡിസ്ക്.
ഡിസ്കിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനം ഒരു ഇന്നവേഷൻ ഹബ്ബായി മാറും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയാണ് നാടിന്റെ വികസനത്തിന്റെ അടിത്തറ എന്ന ദിശാബോധത്തോടെ സർക്കാർ 2019 കേരളത്തിന്റെ ശാസ്ത്ര നയം പരിഷ്കരിച്ച് ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങൾക്കായി മികച്ച നിക്ഷേപങ്ങൾ നടത്തി. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനായി സയൻസ് പാർക്കുകൾ രൂപീകരിച്ചു. അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ 8 ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചു. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യ BSL-3 സംവിധാനമാണിത്. ട്രാൻസ്ജനിക് ആനിമൽ ഫെസിലിറ്റി കോംപ്ലക്സ് ആകട്ടെ വൈറൽ രോഗ ഗവേഷണ രംഗത്തുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സംരംഭവുമാണ്. ഓറൽ റാബീസ് വാക്സിൻ്റെ ഗവേഷണത്തിനും ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുമെല്ലാം ഇത് സഹായകമാവും. രണ്ടാം നിപ്പ ഔട്ട്ബ്രേക്കിൽ രോഗനിർണയത്തിന് വേഗത കൂട്ടാൻ നിർണായകമായത് സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനമായിരുന്നു. രോഗനിർണയം വേഗത്തിലായതോടെ മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കേരളത്തിലെ മുന്നേറ്റം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പ്രതിഫലിച്ചു. കേരളത്തിന്റെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ്. കേരളം ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനം വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കും. സ്ത്രീകളും SC/ST വിഭാഗങ്ങളും ആർജിച്ച വിദ്യാഭ്യാസ നേട്ടങ്ങളിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യത്തിൽ പാഠ്യ ഉപകരണങ്ങളെല്ലാം ഹൈടെക് ആക്കി മാറ്റി. രാജ്യത്ത് മറ്റേതൊരു സംസ്ഥാനവും ചർച്ച ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ്